ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ പറമ്പിൽ കുറേ മുളകൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് പറിക്കാനായിട്ട് നിൽക്കുവാണേ. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് എടുക്കുന്നത്. ചെറിയൊരു വ്ളോഗ് പോലെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ടുകളൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. ഇപ്പോൾ നമ്മളങ്ങനെ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ചീനിയെ, നമ്മുടെ കൊമ്പൻ മുളകാണ്. ഇപ്പോൾ ഇതിലൊരു 10-20 മുകളിലേക്ക് മുളകുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാവേ. ഇപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്, ഇങ്ങോട്ടൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വളർച്ചയുള്ള ചീനി തന്നെയാണ് കേട്ടോ. നമ്മുടെ വളമൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നതാണേ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത്രയും മുളകാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഒരു 10-20 മുകളിലേക്കുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ വെണ്ടത്തോട്ടത്തിലാണ് എത്തിയേക്കുന്നത്. നമ്മുടെ വെണ്ടയ്ക്കയും ഇവിടെ മൂത്ത് നിൽപ്പുണ്ട്. ഇനി അതുകൂടെ ഒന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യണം. അപ്പോൾ വെണ്ടയിലൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ടോ, നല്ല രസമല്ലേ. അതുപോലെ എൻ്റെ ചുവട്ടിലായിട്ട് വെണ്ടയ്ക്ക ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നല്ല ആക്റ്റീവോടെയാണ് കയറി വരുന്നത്. ഇവിടെ ഒരു വലിയ പൂവുണ്ടേ, നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ ഒരു വകഭേദം പോലെ ഉണ്ട്. അപ്പോൾ നന്ദുക്കുട്ടൻ നമുക്ക് വെണ്ടയ്ക്ക ഹാർവെസ്റ്റ് ചെയ്യാനുള്ള കത്തിയായിട്ട് കയറി വരുവാണ് കേട്ടോ. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം മുറിച്ചെടുക്കാൻ. അതിൻ്റെ തണ്ടിനിട്ടൊക്കെ കത്തി കൊണ്ടാൽ അതിന് കേടുവരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇന്ന് പൊതുവേ ഒരു ചൂടുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ആവിയൊക്കെയാണ്. അതുപോലെ ഇന്ന് ദീപാവലിയുടെ അവധി ആയതുകൊണ്ട് നമുക്കിന്ന് വീട്ടിൽ ഇരിക്കാമല്ലോ, ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക ഇവിടെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമുക്കിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത മൊത്തം വെണ്ടയ്ക്കയും അതുപോലെ നമ്മുടെ മുളകും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടേ. നമുക്ക് മൊത്തത്തിൽ ഇത്രയാണ് ഇന്നത്തെ വിളവ് കിട്ടിയേക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിലൊക്കെ കുറേ പച്ചക്കറി തൈകളൊക്കെ നട്ട് വളർത്തുവാണെങ്കിൽ നമുക്ക് പുറത്തു നിന്നൊക്കെയുള്ള മേടിയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിലായതുകൊണ്ട് നമുക്ക് വിഷമിടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പച്ചക്കറിക്കടെ കൊടുത്താൽ ഇപ്പോൾ ചെറിയൊരു വരുമാനം കിട്ടും. പിന്നെ നമുക്ക് ഈ വാഴക്കൃഷി തന്നെ നല്ലൊരു ലാഭമുള്ള ഒരു കൃഷി തന്നെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചങ്ങ് പറയുന്നേ ഉള്ളേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മളെ ഒന്ന് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. അപ്പോൾ എല്ലാവർക്കും ബൈ.